ഹലോ ഗേസ്, ഞാൻ അൻഷിഫ്. ഞാൻ വന്നിരിക്കുന്നത് ഇന്നലെ നമ്മളൊരു ന്യൂസ് കണ്ടു സ്ക്രൈബ് സംവിധാനത്തെക്കുറിച്ചിട്ട്. ഒരു ഷൊർണൂർ സ്വദേശി അർജുനാണ് ആ ന്യൂസ് ഈ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളത്. അതായത് അനധികൃതമായി സ്ക്രൈബ് സംവിധാനം ഉപയോഗിച്ചിട്ട് നമ്മുടെ കേരളത്തിൽ കുട്ടികളെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കുന്നു. അങ്ങനെ എഴുതിപ്പിക്കുന്നു എന്ന് തന്നെ പറയണം. ഈ കുട്ടികൾക്കോ പാരൻസിനോ ഇത് വലിയ ഒരു അറിവില്ലാത്ത കാര്യവും അങ്ങനെ എഴുതിക്കുന്നു. അതായത് അദ്ദേഹം പുറത്തുവിട്ട കണക്ക് പറയുമ്പോൾ 2021 10,000 സംതിങ് പേരാണ് സ്ക്രൈബ് സംവിധാനം ഉപയോഗിച്ചിട്ട് എക്സാം എഴുതിയത്. ഇപ്പോൾ 2025 ആകുമ്പോൾ അത് 150% വർധനയോടെ 25,000-ലധികം പേരാണ് ഈ സ്ക്രൈബ് സംവിധാനം ഉപയോഗിച്ചിട്ട് എക്സാം എഴുതുന്നത്. വീഡിയോ ഇവിടെ വയ്ക്കാം. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. SSLC പരീക്ഷയിലെ സ്ക്രൈബ് സംവിധാനത്തിൽ അട്ടിമറിയത് പരാതി. വിജയ ശതമാനം വർദ്ധിപ്പിക്കുന്നതിനായി പഠനത്തിൽ പിന്നാക്കമുള്ള വിദ്യാർത്ഥികളെ വിജയിപ്പിക്കാൻ സ്കൂളുകൾ സ്ക്രൈബ് സംവിധാനം അട്ടിമറിക്കുന്നുവെന്നാണ് വിദ്യാർത്ഥിയും ഷൊർണൂർ ത്രാങ്ങാൽ സ്വദേശിയുമായ അർജുന്റെ പരാതി. അനധികൃതമായി വൈകല്യ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയാണ് സ്കൂളുകൾ സ്ക്രൈബ് സംവിധാനം അട്ടിമറിക്കുന്നത്. അപ്പോൾ ഈ 5 വർഷത്തിനുള്ളിൽ ഇത്രത്തോളം 40% വൈകല്യം കൂടുതലുള്ളവർക്ക് മാത്രമേ സ്ക്രൈബ് സംവിധാനം ഉപയോഗിച്ചിട്ട് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും അധികം വൈകല്യമുള്ള ആൾക്കാർ കേരളത്തിൽ വന്നിരിക്കുന്നു എന്നാണ് ഈ 150% വർധനവ് നമുക്ക് കാണുന്നത്. അത് തന്നെ നമുക്ക് ഉറപ്പിക്കാം. ഇത് പല എക്സാമുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതായത് ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് എക്സാമുകൾ എഴുതിപ്പിക്കുന്നുണ്ട്.